നമസ്കാരം. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും മലയാളികളിൽ ചിലർക്കെങ്കിലും ഒരു ഹരമാണ്. അത് സെലിബ്രിറ്റി ആയാലും രാഷ്ട്രീയക്കാരിയായാലും സാധാരണക്കാരിയായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ചിലരുടെയൊക്കെ ഭാഗത്തു നിന്നും നമ്മൾ കാണാറുണ്ട്. ഒരു സ്ത്രീ ഒരു മോഡേൺ വസ്ത്രം ധരിച്ച ഒരു ചിത്രം പങ്കുവെച്ചാൽ പോലും അതിന് താഴെ അശ്ലീലം എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിൽ അവരുടെ ശരീരഭാഗങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സെക്ഷൽ അപ്രോച്ച് നടത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം, സെലിബ്രിറ്റിയായ ഹണി റോസാണ്. ചലച്ചിത്ര താരം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അവർ കൃത്യമായും പേര് പറയാതെയെങ്കിലും ആളുകളെയൊക്കെ തന്നെ ആരാണ് ഇതിന് പിന്നിലുള്ളതെന്നൊക്കെ തന്നെ മലയാളിക്ക് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. അത്തരത്തിലൊരു വ്യവസായിക്കെതിരെ അവർ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലെത്തി ഹണി റോസിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പിന്നോട്ടില്ല, ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് ചലച്ചിത്ര താരമായ ഹണി റോസ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ഇത്തരം കേസുകളിലൊക്കെ തന്നെ ആദ്യം അതിശക്തമായി പ്രതികരിക്കുന്ന സ്ത്രീകൾ പിന്നീട് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണോ എന്നറിയില്ല, അത്തരത്തിൽ വഴങ്ങി എന്ന് തോന്നിപ്പിക്കുന്ന വിധം പിന്നീട് കേസുമായി മുന്നോട്ട് പോകാറില്ല. ഹണി റോസ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവർക്കെതിരെ ഈ ഫേസ്ബുക്കിൽ അടക്കം പ്രതികരിച്ച, അതായത് അശ്ലീല ചുവയോടെ കമന്റിട്ട 30 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചെറിയ കേസല്ല, ജാമ്യമില്ല വകുപ്പ് പ്രകാരമിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ 30ഓളം പേരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പലരും ഫേക്ക് ID ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അശ്ലീല പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അതായത് ഫേക്ക് ID ആണെങ്കിൽ പോലും ഇവരെയൊക്കെ തന്നെ കണ്ടെത്താനുള്ള സംവിധാനം പോലീസിന്റെ പക്കലുണ്ട്. സൈബർ വിങ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയെങ്കിലും ഇത്തരം ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്ന് പോലും ഓർക്കാതെ ബഹുമാനം നൽകാതെ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്ന ആളുകൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ ഇത്തരം കേസുകളിൽ നിന്നെങ്കിലും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പോസ്റ്റിട്ട 60കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുഖം ദൃശ്യങ്ങളിൽ വരാതിരിക്കാൻ മുഖം മറച്ചുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെടുന്ന ഒരു ദൃശ്യം നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. 60കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും പേരക്കുട്ടികളടക്കം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരത്തിൽ മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ മലയാളിക്കുണ്ടാവും. അതുകൊണ്ട് മിതമായ ഭാഷയിൽ പ്രതികരിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളോട് ബഹുമാനം കാണിക്കുക, അതുതന്നെയാണ് ഹണി റോസും പറഞ്ഞു വെക്കുന്നത്.